തിരക്കേറിയ ഒരു ദിവസവുമായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങളിൽ എത്തിച്ചില്ലെങ്കിൽ എനിക്കത് വളരെ വിഷമമായേനെ. അപ്പൊ എന്റെ വീട്ടിൽ നടന്ന ചെറിയൊരു ഫംഗ്ഷനാണ്, എന്റെ മാമന്റെ വീട്ടിൽ. അതിന് പോകാനായിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വണ്ടി ചേച്ചിയുടെ വീട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടുന്ന് 2 വീലറും എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. എന്നാലും നമ്മൾ വണ്ടിയിൽ പോകാമെന്ന് കരുതി, വെയിലൊക്കെ അല്ലേ, വെയിലുള്ളത് പെട്ടെന്ന് അങ്ങ് എത്താമെന്ന് കരുതി. അപ്പൊ പിന്നെ ഞാൻ വണ്ടി എടുത്തു, ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് പോയി. നമ്മുടെ എല്ലാ റൂൾസും എല്ലാം പാലിക്കണം. കാരണം ഒരു എസ് പി ഓഫീസ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. ഇവിടെ പോകുകയാണെങ്കിൽ വെള്ളയമ്മമാർ നിർത്തിയാലോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഈ കിടു വ്യൂ നിങ്ങളെ കാണിക്കണമെന്ന് കരുതി. അപ്പൊ പിന്നെ നമ്മുടെ പെണ്ണ് അവിടെ റെഡിയായിട്ട് നിപ്പുണ്ട്. നമ്മുടെ അച്ചുവാണത്. അവള് 7ാം മാസത്തിലെ അവളുടെ ചടങ്ങിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഫംഗ്ഷനാണെന്ന്. ഞങ്ങളുടെ നാട്ടിൽ നെയ്യോടി അഥവാ വയറ്റുന്നേർച്ച എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോൾ അവിടെ ആകെ പ്രശ്നം, എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം. അങ്ങനെ എല്ലാവരും ഓടിച്ച് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ആദ്യം അവരുടെ വീട്ടുകാർ വന്നവരെല്ലാം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അത് അങ്ങനെ തന്നെ വേണമല്ലോ, അവരാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ്, അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു. ബിരിയാണി ആയിരുന്നു, വെള്ളച്ചോറും ഉണ്ട്, സദ്യ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം ബിരിയാണി കഴിച്ചപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് കുഞ്ഞമ്മ അടിപൊളി മീൻകറി വെക്കും. കുഞ്ഞമ്മയുടെ മീൻകറി അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഊണും കൂടെ മതി, വേണം ബിരിയാണി മാത്രം പോരാന്ന്. കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ മീൻകറിയൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു. അടിപൊളി മീൻകറി, ഒന്നും പറയാനില്ല. മീൻകറിക്ക് ഭയങ്കര പിടിച്ചുപറിയായിപ്പോയി, കാരണം അത്രയ്ക്ക് നല്ലതാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ തുടങ്ങി. നെയ്യാണ് സാധാരണ കുടിക്കാൻ കൊടുക്കുന്നത്. അവൾക്ക് വോമിറ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നാരങ്ങ നീര് പ്ലാവലയിൽ കോരി ഒഴിച്ച് കൊടുക്കും. പച്ച പ്ലാവലയിൽ 3 പ്രാവശ്യം കുടിപ്പിച്ചിട്ട് തല ചുറ്റിച്ച് അതും കളയും. പിന്നെ ഒരു പൊതിയും കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കണ്ട, യാത്ര ചോദിക്കണ്ടെന്നും പറഞ്ഞ് അവളെ അങ്ങ് വിട്ടു. പ്രസവത്തിന് പോവുകയാണ്, ഐശ്വര്യമായിട്ട് പൊട്ട് വരട്ടെ, നല്ല ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്യ കഴിച്ച ക്ഷീണം മാറാനായിട്ട് ഓറഞ്ച് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആരോ പോയി ഓറഞ്ച് എടുത്തോണ്ട് വന്ന് ഓറഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് ഓറഞ്ചിന് ആറതപ്പൊളി. അപ്പൊ പിന്നെ ഓറഞ്ചിന്റെ തൊലി വെച്ച് പിന്നെ കണ്ണിൽ പിന്നെ കളിക്കാവുന്നതായി. 90s കിഡിന്റെ ഒരു കളിയാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു മൂല ഇരുന്ന് ഡിസ്റ്റും വെടി വെച്ച് കളിക്കും. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലി പിള്ളേരെല്ലാം കൂടെ ഭയങ്കര അടിപൊളിയാണ്. അടിയും ചിരിയും വഴക്കും ബേളമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. 7ാം മാസത്തിൽ പെണ്ണിനെ വിളിക്കാൻ വരുമ്പോൾ അവർ 7 കൂട്ടം പലഹാരമാണ് കൊണ്ടുവരുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് എടുത്തു പറയുന്നത് എനിക്ക് ഇവിടുത്തെ കാര്യം അറിയൂ, അതുകൊണ്ടാണ്. അപ്പോൾ 7 കൂട്ടം പലഹാരം 101 വെച്ച് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരിരുന്ന് എല്ലാം കറക്റ്റായിട്ട് പൗത്ത് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എനിക്കും ഒരു കവർ കിട്ടി. കവർ കിട്ടിയപ്പോഴേ പിള്ളേരെല്ലാം പറഞ്ഞു ഇതായിരിക്കും അടുത്ത അൺബോക്സിങ്. അപ്പോഴാണ് എനിക്ക് ഐഡിയ വന്നത് എന്തുകൊണ്ട് നമ്മൾ അൺബോക്സിങ് ചെയ്തുകൂടാ. കൊണ്ടുവച്ച പാടെ ഉറുമ്പ് കുട്ടന്മാരെല്ലാം കയറി. അപ്പൊ ഇതാണ് അതിനകത്തുള്ള ആദ്യത്തെ സാധനം, അച്ചപ്പം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അച്ചപ്പം എന്നാണ് പറയുന്നത്. അടുത്തത് ഇതാണ് എന്താ പറയുന്ന കേക്ക്. ഇതിന് നടുക്കൊരു വെട്ടിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ വെട്ടുകേക്ക് എന്ന് പറയുന്നത്. പണ്ട് തൊട്ട് നമ്മൾ കൊച്ചിലെ ഈ കണ്ണാടിക്കൂട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ചില കാപ്പിക്കടയിലെ, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. ആ നെയ്യപ്പം അല്ല, പക്ഷെ ഇത് നെയ്യപ്പമാണ്. ഇതിന് നെയ്യപ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പിന്നെ പഴമായിട്ടല്ല, ഒരു കൊലയായിട്ടാണ് കൊണ്ടുവരുന്നത്. ആരായാലും അങ്ങനെ തന്നെയാണ്, കൊലയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇരിഞ്ഞു തരത്തേയുള്ളൂ. പിന്നെ ഇത് ബോളിക്ക് കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു, പക്ഷെ പകുതി ഒടിഞ്ഞു പോയതാ. ഒടിഞ്ഞതിനകത്ത് കിടപ്പുണ്ട്. ഞാനവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാം ഒടിഞ്ഞു പോയി. അച്ചപ്പം, വെട്ടുകേക്ക്, അലുവ. അലുവ നല്ല അലുവയായിരുന്നു. അലുവയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അലുവയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ആക്ഷനും ഇതൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തതാണ്. എൻ്റെ കഷ്ടകാലത്തിന് ആ ഫാൻ ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു. അപ്പോൾ ആ ഫാനിൻ്റെ ഭയങ്കര ശബ്ദം കടകടാതെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ സി മഹാരാജ്, ലവ് യു.